ഇന്ന് ചെറിയൊരു ഫോട്ടോ ഫ്രെയിമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കുന്ന. റൗണ്ട് ഷേപ്പിലാണ്. അതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പിസ്താഷ്യൽ ഉപയോഗിക്കുന്നത്. അതിന് യെല്ലോ കളർ ആക്രിലിക് പെയിൻറ്റ് കൊടുക്കാം. പിസ്താഷ്യലൊക്കെ പെയിൻറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ പീസും കൂടെ പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രെയിമിൻ്റെ ഷേപ്പിൽ ഗ്രീൻ കളറാണ് നമ്മൾ കൊടുക്കുന്നത്. പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് ഈ ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രെയിം ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. A4 ഷീറ്റിൽ വരച്ചെടുത്ത യൂണിക്കോണിൻ്റെ ഈ പിക്ചറാണ് നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്. അതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുക്കുക. പിന്നെ നമ്മുടെ ഫ്രെയിം തിരിച്ചു വെച്ച് അതിൻ്റെ ബാക്ക് വശത്തായിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവർ റൗണ്ട് ഷേപ്പിൽ തന്നെ വെട്ടിയെടുത്ത് അത് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കുക. ഫ്രെയിം ചെയ്യാനുള്ള ഫോട്ടോ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഫോട്ടോ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് റൗണ്ട് ഷേപ്പിൽ അതേ സൈസിൽ റൗണ്ട് ഷേപ്പിൽ തന്നെ ഒരു കാർഡ്ബോർഡ് പീസും കൂടെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിം റെഡിയായി. ഇനി ഫ്രെയിം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ പിസ്താഷ്യൽ വെച്ച് ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഇത്രയും പിസ്താഷ്യലാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആ ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് ഷേപ്പിൽ നമുക്കൊരു ഗ്ലിറ്റർ പേപ്പർ വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഫോട്ടോ ഫ്രെയിം റെഡിയായി. ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്കൊന്ന് കാണാം. ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.